വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഡൽഹി സർക്കാരും കേസുകൾ പിൻവലിക്കുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവർക്ക് എതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിച്ച് ഡൽഹി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ബസ്നനി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ബസന്ത്, മറ്റൊരു സ്റ്റേറ്റ് കൂടി ഈ കേസുകൾ പിൻവലിക്കുന്ന നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഡൽഹി പോലീസ് നടപടി? ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഡൽഹി പോലീസ് എടുത്തിട്ടുള്ളത് 13 FIRകളാണ് എന്നാണ് ഇപ്പോൾ ആ വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ ഡൽഹി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ ഈ FIRകൾ പരിശോധിച്ച ശേഷവും സുപ്രീം കോടതിയുടെ ഉത്തരവുകളും പരിശോധിച്ച ശേഷം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസുകളിൽ കൂടുതൽ നടപടികൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് ഇതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെയുള്ള നടപടികൾ തുടങ്ങും. പക്ഷെ മറ്റുള്ളവർക്കെതിരെയുള്ള ഒരു ക്രിമിനൽ നടപടികളും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഡൽഹി സർക്കാർ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഡൽഹി സർക്കാരും ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് കോടതി ആ രീതിയിലാണ് മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ശബ്ദത്തിൽ വ്യക്തത കുറവ് കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നേരത്തെ കുറെ സംസ്ഥാനങ്ങൾ നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. ഇപ്പോൾ ഡൽഹി സർക്കാർ കൂടി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്.